ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അതായത് മെയിനായിട്ടും ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ എന്നോട് ഈ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തു, ഞാൻ അടച്ചില്ല, ഫേക്ക് ആപ്പ് അല്ലേ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. സംഭവം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ഫേക്ക് ആപ്പ് അല്ല. നമ്മളിത് കാണുമ്പോൾ ഫേക്ക് പോലെ ഇരിക്കും, പക്ഷേ ഇത് RBI അപ്രൂവ്ഡുള്ള സൂപ്പർ ആപ്ലിക്കേഷനാണ്. നമുക്ക് സിബിലോ സാലറിയോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ പൈസ തരുന്ന അല്ലെങ്കിൽ ലോൺ തരുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് ഫേക്ക് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ സിബിലിൽ ഇഷ്യൂ വരും. അങ്ങനെ ഒരുപാട് പേർക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അവർ പിന്നെ സിബിലിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കെണി അവരവിടെ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് മാത്രമല്ല, എനിക്ക് രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോക്കറ്റ് മിത്ര ആപ്പിന്റെ ആ ഒരു ഇന്റർഫേസ്. നമുക്ക് ലിമിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിമിറ്റ് എത്രയെന്ന് അറിയാൻ സാധിക്കും. നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം അവർ ചെക്ക് ചെയ്ത് സ്പോട്ടിൽ തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ആ ഒരു എലിജിബിലിറ്റി അവർ പറഞ്ഞു തരും. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇതിൽ ആരും അടയ്ക്കാതിരിക്കരുത്. നിങ്ങളുടെ സിബിൽ വെറുതെ പോകും. ഇപ്പോൾ എനിക്ക് 1100 രൂപയുടെ ലിമിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മറ്റു കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ലിമിറ്റ് കിട്ടും. ഞാൻ ഏകദേശം 3000 രൂപയോളം ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഏകദേശം പോക്കറ്റ് മിത്രയിൽ നിന്നും ഞാൻ എടുത്ത ലോണാണ് 3000 രൂപ. കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. 3000 രൂപ എടുത്താൽ ഏകദേശം ഫസ്റ്റ് EMI 2 EMI ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് EMI 1890, സെക്കൻഡ് EMI 1872. ഏകദേശം 3700ഓളം 700 ഇൻട്രസ്റ്റ് മീൻസ് കൂടുതൽ തുക മേടിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് ഒരു 80% പേരെ സംബന്ധിച്ചും അത്യാവശ്യങ്ങൾ നടന്നു പോയാൽ മതി. അത് വലിയ കുഴപ്പമില്ലാതെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ ഞാനിത് മെയിനായിട്ട് ലോണിനെ കുറിച്ച് പറയാനല്ല വന്നത്. ഈ പോക്കറ്റ് മിത്ര ആപ്പ് ഫേക്ക് ആപ്പ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇന്ന് ഞാൻ വാട്സ്ആപ്പ് മെസ്സേജ് ഇന്നല്ല ഒരാഴ്ചയായിട്ട് എൻ്റെ വാട്സ്ആപ്പ് ചാറ്റിൽ നോക്കിയ സമയത്താണ് ഈ ഒരു സംഭവം വന്നത്. കാരണം ഇവരെ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സിബിൽ നഷ്ടപ്പെടും. ചെറിയ എമൗണ്ടിനോട് നിങ്ങൾ സിബിൽ നഷ്ടപ്പെടുത്തരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഞാനിത് എല്ലാ വീഡിയോസിലും പറയാനുള്ളതാണ്. നമ്മൾ ഈ ഓരോ ബാങ്കിലും ചെയ്ത് നോക്കാതെ നമ്മൾ എല്ലാ ബാങ്കും കൂടെ ഉള്ള ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു DSAയിൽ അല്ലെങ്കിൽ ഒരു NBFCയിൽ നമ്മൾ ലോൺ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിബിൽ അത് എൻക്വയറീസ് വരില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ എൻക്വയറി പ്രശ്നം മൂലം ഒരുപാട് പേർക്ക്, 1000-ൽ കൂടുതൽ പേർക്ക് ലോൺ എന്താ പറയുന്നത് കിട്ടാതിരുന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു മാസത്തിൽ 5-6 എൻക്വയറി നടത്തിയാണെങ്കിൽ അവർ ലോൺ തരില്ല. നിങ്ങൾ എത്ര സിബിലുള്ള ആളായാലും എത്ര സാലറിയുള്ള ആളായാലും നിങ്ങൾക്ക് ലോൺ തരില്ല. കാരണം ഒരു മാസത്തിൽ 5 എൻക്വയറി കൂടുതൽ വരുന്നു, അത് RBIയുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിന്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഇന്റർഫേസ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ ഈ ഒരു NBFCയുടെ പേര് കരോഫിൻ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി, ക്രെഡിറ്റ് കാർഡ് കാണാം. അപ്പൊ നമ്മളിവിടെ പേഴ്സണൽ ലോൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ഇപ്പൊ ഏത് ഫിനാൻസ് ആയാലും, റാം ഫിൻകോപ്പ് ആയിക്കോട്ടെ, ഡിജി ക്രെഡിറ്റ്. റാം ഫിൻകോപ്പ് നമുക്കറിയാം, ഡിജി ക്രെഡിറ്റ് ഒരുവിധം ആൾക്കാർക്ക് അറിയാം, പൈസ 247, എംപോക്കറ്റ്, മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സി, ESRupee നിങ്ങളാരും ഒരുവിധം ആൾക്കാരൊന്നും കേട്ട് കാണാൻ സാധ്യതയില്ല. ഇതും NBFC ആണ്, RBI അപ്രൂവ്ഡുള്ള. യൂണിറ്റി, പിന്നെ എനി ടൈം റുപ്പി, സാലറി ഓൺ ടൈം, പൂനെവാല, ഒലീവ്, ഫ്ലോട്ട്, ഫൈബ്, അങ്ങനെ ഒരുപാട് NBFCs ഇതിൽ അവൈലബിൾ ആണ്. കാരണം ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട്, അതായത് നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ആധാർ കാർഡും പാൻ കാർഡും കൊടുക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് ഏത് ഫിനാൻസിലാണോ കിട്ടുന്നത്, ഇപ്പോൾ റാം ഫിൻകോപ്പിലാണെങ്കിൽ അവർ നേരെ റാം ഫിൻകോപ്പിൽ നിങ്ങൾ ഡോക്യുമെന്റ് ഫോർവേഡ് ചെയ്യും. ഇൻ കേസ് റാം ഫിൻകോപ്പിൽ അവർ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ അടുത്ത ഫിനാൻസിലേക്ക്, ഡിജി ക്രെഡിറ്റിലേക്ക് അവർ ഫോർവേഡ് ചെയ്യും. അപ്പൊ നമ്മുടെ സിബിലിന്റെ എൻക്വയറീസ് ബാധിക്കില്ല. ഒറ്റ എൻക്വയറി തന്നെ നമുക്ക് 5-6 ബാങ്കുകളിൽ നമുക്ക് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം കിട്ടുമോ ഇല്ലെന്ന്. കാരണം ഇതിലൊക്കെ ഒരു 90% ആൾക്കാർക്കും ലോൺ കിട്ടുന്ന സംഭവമാണ് ഇപ്പൊ ഈ കരോഫിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു മാസത്തിൽ ഒരു 5-6 ബാങ്ക് ഒക്കെ നോക്കുന്നത് നിർത്തുക. ഇങ്ങനെയുള്ള ഓപ്ഷനിൽ ഇതാകുമ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. അപ്പൊ ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരുപാട് NBFCs ഉണ്ട്. ഇപ്പോൾ നമ്മള് എന്താ പറയുന്നത്, സെറ്റ്, ഗ്രോമോ, ബാങ്ക് സാത്തി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അതിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ RU ലോൺസ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ 2 പ്രധാന കാരണം, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോക്കറ്റ് മിത്ര ഫേക്ക് ആയിട്ട് ചില ആൾക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഫേക്ക് അല്ല, RBI അപ്രൂവ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ സിബിൽ ഈ എൻക്വയറി, ആൾക്കാർക്ക് 5-ഉം 10-ഉം 15-ഉം ഉള്ള 20-25 എൻക്വയറി ഒക്കെ ഒരു മാസം വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള NBFCയിലോ ഫിനാൻസിലോ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കരുത്.
ഇപ്പൊ HDFC നോക്കി കിട്ടിയില്ല, ICICI നോക്കി, വീണ്ടും നേരെ ഫുള്ളട്രോണിൽ പോയി, പിന്നെ മാഗ്ന ഫിനാൻസ്, പിന്നെ മുത്തൂട്ട്, പിന്നെ ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, ഇങ്ങനെ നോക്കി നോക്കി വരുന്ന സമയത്ത് നിങ്ങൾ എത്ര എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ 1.5 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിലും ഒരു 800 സിബിൽ ഉണ്ടെങ്കിലും അവർ റിജക്ട് ചെയ്ത് കളയും. അത് ഏത് ലോൺ ആയാലും അങ്ങനെ തന്നെയാണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു കരോഫിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക.